തിരുവനന്തപുരം വഞ്ചൂരിൽ യുവ അഭിഭാഷക ശ്യാമിലിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് ബേലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഉടൻ വരും. കോടതി മാറ്റത്തെ തുടർന്ന് ഇന്നും ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ടിരുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് നിലനിൽക്കില്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. എന്നാൽ ജാമ്യം നൽകിയാൽ സ്വന്തം ഓഫീസിലെ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് പ്രോസിക്യൂഷനും വ്യക്തമാക്കി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേർന്നു. ഷഫീദ്, ജൂനിയർ എന്ന അധികാരത്തിൽ അതിക്രൂരമായി തല്ലിപ്പഴുപ്പിച്ച കേസിൽ ബെയിൽ കിട്ടി പുറത്തിറങ്ങുമെന്ന് ആകാംക്ഷ വരുന്ന മണിക്കൂറാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാദഗതികളാണ് പ്രോസിക്യൂഷൻ ഉയർത്തുന്നത്? പ്രതിഭാഗത്തിന്റെ പ്രതിരോധം അതെങ്ങനെയാണ്? സുഹൈൽ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബെയിലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയും എന്നുള്ളതാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി അറിയിച്ചിട്ടുള്ളത്. ഇന്നലെയും ഈ വിഷയത്തിൽ ബെയിലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേട്ടിരുന്നു. ഇന്നലെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 11 വാദം കേട്ടതെങ്കിൽ 11ാം കോടതി 2 ദിവസം അവധിയായതിനാൽ 12ലേക്ക് ഇന്ന് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഇന്നും 12ാം കോടതിക്ക് മുൻപിൽ വിശദമായ വാദം കേട്ടു. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ ആവർത്തിച്ച് ബെയിലിന് ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കാര്യം, ഈ കൃത്യത്തിന്റെ ക്രൂരത ചൂണ്ടിക്കാട്ടി കോടതിയിൽ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രതിക്ക് നിയമത്തിൽ ധാരണയുണ്ടായി ആളായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇരയുടെ രഹസ്യമൊഴി ശേഖരിച്ചിട്ടില്ല. അതുകൊണ്ട് ജാമ്യം ഇപ്പോൾ നൽകുന്നത് ശരിയാണോ എന്ന് കോടതി പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അതേസമയം ബെയിലിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു പ്രതിഭാഗം ഇന്നും ആയുധമാക്കിയത്. പ്രതിക്കും മർദ്ദനമേറ്റെന്ന പ്രതിഭാഗം ഉയർത്തി. ബെയിലിന്റെ നെറ്റിക്കും കണ്ണിലും മുറിവേറ്റിട്ടുണ്ട്. ഇത് വെറുതെ ഉണ്ടായതല്ലെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. കൂടാതെ ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പായി പ്രധാന വകുപ്പായി ഉയർത്തുന്നത് BNS 74 ആണ്. അതിൽ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള വകുപ്പ്, അത് പ്രതിക്ക് ലൈംഗിക ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് നിലനിൽക്കില്ലെന്ന പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. ജാമ്യമില്ലാ കുറ്റം ഒരെണ്ണം മാത്രമാണ്. അതുകൊണ്ട് ഇനിയും പ്രതിക്ക് ജാമ്യം തടഞ്ഞു വെക്കുന്നത് ശരിയല്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. അതേസമയം അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കും. ഈ പ്രതിയുടെ ജീവനക്കാരാണ് സാക്ഷികൾ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷനും ശക്തമായി ഇന്ന് കോടതിയിൽ അറിയിച്ചു. ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം കോടതി വിധി പറയുന്നതിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇന്ന് ബാർ അസോസിയേഷനെതിരെ വിമർശനവുമായി ഈ മർദ്ദനമേറ്റ ശ്യാമിലി രംഗത്തെത്തിയിരുന്നു. ഇന്നലെ വരെ ശ്യാമിലി പറഞ്ഞിരുന്നത് ബാർ അസോസിയേഷൻ ആളുകളൊക്കെ പ്രതിയോടൊപ്പം നിൽക്കുന്നത് സൗഹൃദത്തിന് പുറത്തായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ശ്യാമിലി വളരെ വൈകാരികമായി ഒരു ശബ്ദരേഖ ഇട്ടു. ആ ശബ്ദരേഖയിൽ തനിക്കൊപ്പം ആളുകൾ ഇരയ്ക്കൊപ്പം നിൽക്കാൻ ആളുകൾ കുറവാണെന്നും പ്രതിക്കൊപ്പം നിൽക്കുന്നത് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണെന്നും ശ്യാമിലി തുറന്നടിച്ചു. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ബെയിലിൻദാസിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമറിയാം. സുഹൈൽ, അപ്പുറവും ഇപ്പുറവുമുള്ള വക്കീലന്മാരെല്ലാം ക്രിമിനലായ ബെയിലിന് വേണ്ടി ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നമ്മൾ കണ്ടതാണ് ഷഫീദ് റാവുത്തർ. അതുകൊണ്ട് തന്നെ ഇയാൾ പുറത്തിറങ്ങിയാൽ ഈ ആക്രമണം നടന്നിരിക്കുന്നത് സ്വന്തം ഓഫീസിലാണ്. അയാളുടെ മറ്റ് ജൂനിയേഴ്സാണ് ഇതിന്റെ ദൃക്സാക്ഷികൾ. അതുകൊണ്ട് തന്നെ സാക്ഷികളിൽ മൊഴിമാറ്റം വരുത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള കാര്യമല്ലേ ഷഫീദ? സുഹൈൽ, ഉറപ്പായിട്ടും. കാരണം ഇന്ന് ഈ പ്രോസിക്യൂഷൻ ഉയർത്തിയിട്ടുള്ള ഈ വാദം അത് കോടതി എങ്ങനെ എടുക്കും എന്നുള്ളതനുസരിച്ചായിരിക്കും ഈ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുക. അതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം, ഈ കേസ് സംഭവിച്ചിരിക്കുന്നത് ബെയിലിൻദാസിന്റെ ഓഫീസിലാണ്. ഈ ശ്യാമിലിയെ ബെയിലിൻദാസ് മർദ്ദിക്കുന്നത് കണ്ട മറ്റ് അഭിഭാഷകരുടെ നിലപാട് ഈ കേസിൽ നിർണായകമാകും. സ്വാഭാവികമായും ബെയിലിൻദാസിന് ജാമ്യം ലഭിച്ചാൽ സ്വാധീനിക്കപ്പെടാം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ജാമ്യം അനുവദിക്കുക എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ വകുപ്പുകളുടെ കാര്യം അത് സ്വാഭാവികമായും കോടതി പരിഗണിക്കും. സ്ത്രീത്വത്തെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി അല്ലാതെ അപമാനിച്ചു എന്നുള്ള കാര്യത്തെ എന്നുള്ള വാദത്തെ കോടതി എങ്ങനെ പരിഗണിക്കുമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏതായാലും പ്രോസിക്യൂഷൻ ശക്തമായ വാദമുയർത്തിയ കേസാണ്. പ്രതിഭാഗവും സമാനമായി ഇതിന്റെ പ്രകോപന കാരണം മർദ്ദനമേറ്റ ശ്യാമിലിയായിരുന്നു. മാത്രവുമല്ല, ശ്യാമിലിയെ ഏതെങ്കിലും തരത്തിൽ മുൻകൂർ ആസൂത്രണം ചെയ്ത് ആക്രമിച്ചതല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ഉയർത്തിയിരുന്നു. ഇതൊക്കെ കോടതി എങ്ങനെ പരിഗണിക്കും എന്നുള്ളതാണ് നിർണായകമായി മാറുക. സുഹൈൽ, തൊഴിലിടത്തിലാണ് സഹപ്രവർത്തകർക്ക് നടുവിൽ വെച്ചാണ് ശ്യാമിലിക്ക് മർദ്ദനമേറ്റത്. സീനിയറായ ബെയിലിനെ തള്ളിക്കൊണ്ട് മർദ്ദിച്ചത് കണ്ടുവന്ന് എത്ര ധൈര്യത്തോടെ പറയാൻ എത്ര ജൂനിയേഴ്സ് ധൈര്യമുണ്ടാകും അടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്.